ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഈ ഒരു റമദാൻ മാസം വരുമ്പോൾ എപ്പോഴും എനിക്ക് കേൾക്കാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം ഞാനത് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ. അപ്പോൾ ഇത് തുടർച്ചയായി 3-ാമത്തെ വർഷമാണ് ഞാൻ നോമ്പെടുക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ നോമ്പ് തുറ വീഡിയോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആദ്യത്തെ നോമ്പിൻ്റെ വീഡിയോ മാത്രമാണ് അങ്ങനെ. പിന്നെ രണ്ടാമത്തെ വർഷവും കുറച്ചിട്ടു. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ എടുക്കുന്നതേ ഇല്ല. കാരണം ഇനിയിപ്പം ഞാൻ ഓസിയിൽ കഴിക്കുന്നു, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാര വിഷയം വരുന്നത് കൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ എന്നെ സ്നേഹത്തോടെ തരുന്ന ആളുകൾ ഭക്ഷണം തരുമ്പോൾ ആ ഭക്ഷണം ഞാൻ വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ കഴിക്കും. എനിക്ക് സ്നേഹത്തോടെ തരുന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു നോമ്പെടുക്കണമെങ്കിൽ, ഇപ്പം ഞാനും എൻ്റെ മകനൊക്കെ നോമ്പെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ നോമ്പെടുക്കണമെങ്കിൽ കുടുംബത്തോടെ മതം മാറണമെന്നും, അതുപോലെ ഞാനും മതം മാറണം, എൻ്റെ മക്കളെയും മതം മാറ്റിയിട്ട് നീ നോമ്പെടുക്ക് എന്നാണ് ഇപ്പോൾ ഒരു താത്ത പറയുന്നത്. അപ്പോൾ ഞാൻ അവരുടെ മെൻഷൻ ഐഡിയ കാര്യങ്ങളൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. പിന്നെ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ അങ്ങനെ നോമ്പെടുക്കുന്നത് ഇപ്പോൾ എന്നെ മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. മലപ്പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹിന്ദുമത വിശ്വാസികൾ, ഇഷ്ടംപോലെ ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. മലപ്പുറത്തെ ഒരുപാട് ചേച്ചിമാരോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരെന്നെ വിളിക്കാറുണ്ട്. എൻ്റെ ഈ നോമ്പിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അവർ വിളിക്കാറുണ്ട്. അവരും ബ്ലോഗ്സൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരും ഡെയിലി രാവിലത്തെ അത്താഴവും വൈകുന്നേരം നോമ്പ് തുറക്കണതും എല്ലാവരും വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഈ ഒരു റമദാൻ മാസത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ഞാൻ ചെയ്യുകയും, ഞാൻ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുമ്പോൾ അതിൽ സന്തോഷമായിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാതെ നോമ്പെടുത്തുകൊണ്ട് ഇപ്പോൾ ഏത് മതത്തിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും ഒരു നോമ്പെടുത്തു, ഞാനൊക്കെ വൈകുന്നേരം നീയത്ത് വെച്ചിട്ട്, നമ്മൾ എങ്ങനെയാണ് നീയത്ത് വെക്കുക, നോമ്പിൻ്റെ നീയത്തൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോൾ ഈ 3 വർഷമായിട്ട് നോമ്പെടുക്കുന്നത്. അതിൽ ഞാൻ പൊട്ട് വെച്ചൊരു പെൺകുട്ടിയാണ്. ആ പൊട്ട് മായ്ക്കണം, തല മറയ്ക്കണം, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ഉള്ളിലുള്ള ആ ഒരു വിഷം എന്ന് പറയില്ലേ, നമ്മൾ ഈ നോമ്പെടുത്തിട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എത്രത്തോളം അത് മോശമാണ് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. പിന്നെ ഞാൻ നോമ്പെടുത്തുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനും വരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഖുർആനുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൽ തന്നെ പറയുന്നുണ്ട്, ഖുർആൻ ദൈവത്തിൻ്റെ സന്ദേശമാണ്, അത് മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്, എല്ലാവരും അതിൽ സമാവകാശികളുമാണ്. പാരായണം നടത്തുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം തങ്ങളോട് സംസാരിക്കുന്നതായും കൽപ്പനകൾ നിർദ്ദേശങ്ങളും നൽകുന്നതായും അനുഭവപ്പെടുന്നു. പിന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട്, അതായത് നിർബന്ധിത മതപരിവർത്തനം അരുത് എന്നും കൂടെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനും അൽഫാത്തിഹ ഓതുകയും പിന്നെ ഖുർആൻ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കേട്ടോ. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഇത് പറയാമല്ലോ. അപ്പം ഞാനിങ്ങനെ വായിക്കുന്നുണ്ട്, ബട്ട് ഡെയിലി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ നിഷ്ഠയോടെ സംസാരിക്കുക, സക്കാത്ത് നൽകുക, നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്ന ഏത് നന്മയുടെയും സത്ഫലം നിങ്ങൾക്ക് അള്ളാഹുവിൽ കണ്ടെത്താം, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ഉറപ്പായും അള്ളാഹു കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും പിന്നെ അവരെ കുത്തി നോവിക്കുന്നതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. അതും ഈ പുണ്യ റമദാൻ മാസത്തിൽ നമ്മളും വിശ്വാസത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾക്ക് വിഷയമെന്ന് എനിക്കറിയില്ല. ഞാൻ തട്ടമിടാത്തതും ഞാൻ പൊട്ട് വെച്ചതും ഒക്കെയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു റമദാൻ മാസം ആകുമ്പോൾ നോമ്പെടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കഴുത്തറുത്ത് കൊല്ലുന്ന മതമാണ് ഇസ്ലാം മതം എന്ന് ചില ആളുകൾ ചോദിച്ചതായും, ഒരാൾ ഉസ്താദ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ മകൻ ഹക്കീം അസാരി സാറ് ഉസ്താദ്, അദ്ദേഹം
വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഒരു യുദ്ധം നടക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാനോട് പോയിട്ട് എൻ്റെ കഴുത്ത് നീ എടുത്തോ എന്ന് പറയില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, അത് ഏത് ആളുകളായാലും ശരി, നമ്മൾ സ്വയരക്ഷയ്ക്ക് നമ്മൾ എന്തായാലും ഇങ്ങോട്ട് അടിക്കാൻ വരുന്ന ആളുകൾ നമ്മൾ അങ്ങോട്ട് അടിക്കുക എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും തെറ്റിദ്ധാരണകളെല്ലാം ഞാൻ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ എന്താ പറയുക, ഒരു നോമ്പെടുക്കണമെങ്കിൽ മതം മാറി വന്നിട്ട് നോമ്പെടുക്കുക എന്ന് പറയുന്നതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറയുക. അതിന് ഒരുപാട് പേര് ആ ഒരു സംസാരത്തിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ചില ആളുകൾ നിർബന്ധിത മതപരിവർത്തനം പാടില്ല, അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവളുടെ വിശ്വാസത്തിലൂടെ അവൾ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരൊന്നും ഇങ്ങനെ സംസാരിച്ചിട്ടില്ലേ. മനുഷ്യനെ ആദ്യം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ചു പോകുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായതാണ്. കിടപ്പിലൊക്കെ കിടന്നവളാണ്. പക്ഷേ എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അപ്പം എൻ്റെ വിശ്വാസം അത് ഞാൻ അങ്ങോട്ട് തുടർന്ന് പോയിക്കോട്ടെ പ്ലീസ്. ഇതിലിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് പിന്നെ വിദ്വേഷവും അതുപോലെ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. എനിക്ക് ആരോടും ദേഷ്യമോ പരിഭവമോ പരാതിയോ ഇല്ല. ഞാൻ എല്ലാവരുമായി പൊരുത്തപ്പെട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.